ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു എൻട്രി എടുക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഒക്കെ ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വരുന്നുണ്ട്. ഒരു ബുള്ളിഷ് എൻട്രിയാണ് നോക്കുന്നത് കോൾ ഓപ്ഷനിൽ. ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ചെറിയ രീതിയിൽ എടുത്തുള്ളൂ. 1 മിനിറ്റിലാണ് പ്രോപ്പറായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി എടുത്തത്. അതിനുശേഷം ഒരു എൻട്രി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒന്നും കൂടെ താഴേക്കൊക്കെ വരാം. ഈ ഇപ്പം മാർക്കറ്റിൽ നിൽക്കുന്ന ആ റേഞ്ചിൽ നിന്ന് തന്നെ ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നോക്കിയാൽ ഇതുവരെ എൻട്രി ഒന്നും എടുത്തില്ല, ടൈം ആയില്ല. ജസ്റ്റ് 9:30 ആയിട്ടേ ഉള്ളൂ. നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വരുമോ ഇനി താഴേക്ക് പോവോ എന്താണെന്നുള്ളതെന്ന് അറിയില്ല. എന്തായാലും ബുള്ളിഷാണ് നോക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 1 മിനിറ്റിൽ ഇവിടെ ചെറിയ ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് മേലേക്ക് പിന്നെ മാർക്കറ്റ് ഓവറോൾ നല്ലൊരു ബുള്ളിഷ് മൂവ് എപ്പോൾ വേണമെങ്കിലും വരാനുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ താഴെ പോയി താഴത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടൊക്കെ ആയിരിക്കും വരിക, അത് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും എൻ്റെ ഒരു വ്യൂ മേലേക്കാണ്. സോ അതുകൊണ്ട് ഡയറക്റ്റ് മേലേക്ക് ഒരു നല്ല എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. എന്തായാലും നോക്കട്ടെ, എൻട്രി എടുക്കുകയാണെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റത്തെ എൻട്രി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ കാണാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന 24,850 കോൾ ഓപ്ഷനാണ്. പക്ഷേ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് ലിമിറ്റ് ഓർഡറിലാണ് വന്നത്, ബ്രാക്കറ്റ് ഓർഡറല്ല വന്നത്. സോ എത്രയും പെട്ടെന്ന് നമുക്ക് മറ്റേ SL ഇട്ട് വെക്കണം. അത് അറിയാണ്ട് മാറിപ്പോയതാണ്. നോർമൽ ഓർഡറായി ഇപ്പോൾ എടുത്തത്. ഫോണിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിൽ എൻട്രി അല്ല, ട്രിഗർ പെൻഡിങ് 209.4 ആവറേജ് പ്രൈസ് വന്നത്. സോ അതിന് 6 പോയിൻറ്റ് കുറച്ച് 23.4. ട്രിഗർ പെൻഡിങ്ങും ലിമിറ്റ് പ്രൈസും രണ്ടും സെറ്റ് ചെയ്ത് ഓക്കെ. അപ്പോൾ ആ ഒരു ഓർഡർ ഇട്ടിരിക്കണം ഇവിടെ. ഇതിൽ നോക്കുകയാണെങ്കിൽ കാണാം. സാധാരണ ഇങ്ങനെയല്ല എടുക്കൽ, ബി ഓർഡറാണ്. ഓട്ടോമാറ്റിക്കായിട്ട് SLഉം ടാർഗറ്റൊക്കെ വരുന്ന സംഭവമാണ്. ഇനി പക്ഷേ ഇന്ന് കുറച്ച് മാറിപ്പോയി. ആ ഒരു ട്രേഡിൽ ശരിക്കും ബി ഓർഡർ ഇട്ടിന് വെച്ചാൽ ഇപ്പോൾ SL അടിക്കുന്ന ടൈം കഴിഞ്ഞ്. കാരണം 6 പോയിൻറ്റിലും കൂടുതൽ താഴേക്ക് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. ആ കറക്റ്റ് എൻട്രി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 209.4 സോ 209.4 ഇതിൽ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മേലെ 209.4 ഓക്കെ. 209.4 ഇവിടെയാണ് വരിക. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 6 പോയിൻറ്റ് SL ഓൾറെഡി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ SL നമ്മൾ വെച്ചത് 203.4 അത് വെക്കാൻ കുറച്ച് ലേറ്റായി പോയതുകൊണ്ടാണ് അത് അടിക്കാതെ പോകുന്നത്. പക്ഷേ ശരിക്കും അതൊരു SL ട്രേഡാണ് അങ്ങനെ നോക്കുമ്പോൾ. അതല്ല ഇനിയിപ്പോൾ അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ, അതല്ല ഇനി കയറുകയാണെങ്കിൽ കയറട്ടെ. ചെറിയൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ബി ഓർഡറിന് പകരം നോർമൽ ഓർഡറായി പോയി എടുത്തത്. കുഴപ്പമില്ല, അങ്ങനെ എടുത്തുകൊണ്ട് തൽക്കാലം SL വെച്ചില്ല. പക്ഷേ അതിൽ കാര്യമില്ല. മിസ്റ്റേക്ക് കൊണ്ട് കിട്ടുന്ന പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അതിലൊരർത്ഥമില്ല. ലോങ് ടേമിൽ അതിനോട് പ്രത്യേകിച്ച് കാര്യം നമുക്ക് ഉണ്ടാവില്ല. മിസ്റ്റേക്ക് തന്നെയാണ്, വെദർ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ താഴേക്ക് തന്നെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അത് ടാർഗറ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. ടാർഗറ്റ് SLഉം കൂടി ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയില്ല. അത് സെറ്റ് ചെയ്യണമെങ്കിൽ ബി ഓർഡർ എടുത്താലേ നടക്കുള്ളൂ. ഇപ്പോൾ SL മാത്രം വെച്ചിക്കണ്. ഇനി ഈ സംഭവം SL അടിക്കുകയാണെങ്കിൽ SL അടിക്കും. അതെല്ലാം മേലേക്ക് പോയി ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ 30 പോയിൻ്റ് ആവുന്ന സമയത്ത് മാനുവലി എക്സിറ്റ് അടിക്കും. അതാണ് നിലവിലുള്ള പ്ലാൻ. സോ വെയിറ്റ് ചെയ്യാം. SL ആണോ ടാർഗറ്റ് ആണോ എന്നുള്ളതൊക്കെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡൊക്കെ അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അത് ഫാസ്റ്റ് ഫോർവേഡൊന്നും അടിക്കേണ്ട ആവശ്യം വന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ SL അടിച്ചു. ഇവിടെ 960 രൂപ ലോസ് വന്നിട്ട് SL അടിച്ചിട്ടുണ്ട്. 900 രൂപയാണ് SL. അതിന് പുറത്ത് ചെറിയ സ്ലിപ്പേജ് വന്നിട്ടാണ് 960 അങ്ങനെ ആയത്. 203 പോയത്. 203.4 ആണെങ്കിൽ കറക്റ്റ് 900 ആയിരിക്കും. കുഴപ്പമില്ല, സ്ലിപ്പേജൊക്കെ നോർമലാണ്. സോ ഫസ്റ്റ് ട്രേഡ് ഇന്നത്തെ SL അടിച്ചു. കോൾ ഓപ്ഷനായിരുന്നു. അത് താഴേക്ക് തന്നെ വരുന്നുണ്ട്. സ്റ്റിൽ എൻ്റെ വ്യൂ ബുള്ളിഷാണ്. പക്ഷേ ഇനിയിപ്പോൾ 2 നോക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യണം. ഏറ്റവും താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയ ഏതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്താലേ ഇനി 2 നോക്കുള്ളൂ. അതല്ലെങ്കിൽ മേലത്തെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യണം. സോ എന്തായാലും വെയിറ്റ് ചെയ്യും. ഇനി പുതിയൊരു എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഫസ്റ്റ് എൻട്രി എന്തായാലും SL ആണ്. സെക്കൻഡ് എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാം. അത് ടാർഗറ്റ് SL അടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്തെടുക്കാം. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ പറയാം. നിഫ്റ്റിയിൽ ഒരു പുതിയൊരു എൻട്രിയും കൂടെ എടുത്തിട്ടുണ്ട്. കോൾ ഓപ്ഷനിലാണ്. അടിയുള്ള ലിക്വിഡിറ്റി ഏരിയയൊക്കെ ടാപ്പ് ചെയ്തിട്ട് പുതിയൊരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഫോമായിട്ട് വന്ന ഒരു എൻട്രിയാണ്. നല്ല എൻട്രി തന്നെയാണ്. സോ അതിൽ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,750 കോൾ ഓപ്ഷൻ. അതിൻ്റെ ഓർഡറിൽ പോയി നോക്കിയാൽ ബാക്കിയെല്ലാം കാണാം.
230.95 എൻട്രി വന്നത്. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. 230.95 230.95. ഓക്കെ, എൻട്രി ഇവിടെയാണ് വന്നത്. ഇനി ടാർഗറ്റ് എസ്എല്ലും നോർമൽ വയ്ക്കുന്ന പോലെ 30 പോയിൻ്റ് ടാർഗറ്റ് വരുമ്പം 30 പോയിൻ്റ്. ഓക്കെ, 260.95 ആയിരിക്കും. എസ് എൽ ഏകദേശം ഇവിടെ തന്നെ 5.6 പോയിൻ്റാണ് എസ് എല്ലിൽ നിന്നുണ്ടാവും. അത് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്താളാം ഫ്ലാറ്റായിട്ട് പോയിട്ട് കറക്റ്റ് തന്നെയല്ലേ വന്നതല്ലോ. ഇതിലിപ്പോൾ ഇനി ടാർഗറ്റ് ഒന്നെങ്കിൽ 30 പോയിൻ്റ് അടിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യണം. നിഫ്റ്റിയിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയ ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് എക്സിറ്റ് അടിക്കണമായിരിക്കും. 30 പോയിൻ്റ് വെയിറ്റ് ചെയ്യില്ല. 30 പോയിൻ്റ് അതിൻ്റെ മുന്നേ തന്നെ അടിക്കേണ്ടതാണ് ടാർഗറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല 30 പോയിൻ്റ് ഒരു 20 പോയിൻ്റൊക്കെ കിട്ടിയുള്ളൂ ഈ നിഫ്റ്റിയിൽ ലിക്വിഡിറ്റി ഏരിയ ടാപ്പും ചെയ്ത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 20 പോയിൻ്റിൽ ഞാൻ എക്സിറ്റ് അടിക്കുന്നതായിരിക്കും. ഇന്നലെ ഒരു ട്രേഡ് അങ്ങനെ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം 30 പോയി, പക്ഷേ അത് നമുക്ക് വിഷയമല്ല. ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് നമ്മുടെ കൺസെപ്റ്റ്, നമ്മുടെ ട്രേഡ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ലിക്വിഡിറ്റി ബേസ്ഡ് ആണ്. അപ്പോൾ അതിനെ പ്രയോറിറ്റിയാണ് നമ്മളെപ്പോഴും കൊടുക്കുക. ഈ എൻട്രി എടുക്കാനുള്ള റീസൺ ഈ ഒരു ലിക്വിഡിറ്റിയാണ്. ഹയർ ടൈം ഫ്രെയിമിൽ ഇവിടെ ടാപ്പ് ചെയ്ത് അതിനുശേഷം ലോവർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് എടുത്തൊരു എൻട്രിയാണ് അപ്പ് സൈഡിലേക്ക്. ഓക്കെ, സോ ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എന്തായാലും ഒന്നെങ്കിൽ 30 പോയിൻ്റ് ഇതിൽ പ്രീമിയത്തിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഈ ലിക്വിഡിറ്റി ഏരിയ. ഇതിൽ മറ്റേ സംഭവം നമുക്ക് ചെക്ക് ചെയ്തോളാം. ടാർഗറ്റ് 260.95 കറക്റ്റാണ്. 30 പോയിൻറ്റിൽ തന്നെയാണ് ടാർഗറ്റ് വന്നത്. 260.95 നമ്മൾ മാർക്ക് ചെയ്യിച്ച അവിടെ തന്നെയാണ് 261 തൊട്ടടുത്ത് തന്നെ. ഇനി എസ് എല്ലും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളാം. എസ് എല് 224.95. ഓക്കെ, എക്സാക്ട്ലി 6 പോയിൻറ്റിനാണ്. അതും കറക്റ്റായിട്ട് തന്നെയാണ് വന്നത്. സോ എസ് എല്ലും ടാർഗറ്റും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ എസ് എല്ലിൻ്റെ ഓർഡറും ഓക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല. ടാർഗറ്റ് എസ് എല്ല് ഫുള്ള് സെറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് അടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ, അങ്ങനെ ആ ഒരു ട്രേഡ് ഇവിടെ എസ് എൽ അടിച്ചിട്ടുണ്ട്. നമ്മളെ രണ്ടാമത്തെ ട്രേഡാണ്. രണ്ടാമത്തെ ട്രേഡും എസ് എൽ അടിച്ചു. 967.5 അതിൽ ലോസ് വന്ന്. അതിൻ്റെ ഓർഡർ പോയി വെക്കുകയാണെങ്കിൽ 11:13 11:43 ഒരു എക്സാക്ട്ലി 30 മിനിറ്റ്സ് എടുത്ത ട്രേഡാണ്. ഫസ്റ്റത്തതാകെ 3 മിനിറ്റ് ഇട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ പെട്ടെന്ന് അടിച്ച എസ് എല്ലാണ്. എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് 2 ട്രേഡ് എസ് എല്ലാണ്. പക്ഷേ ഇതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമില്ല. ഈ ആഴ്ച എന്തായാലും ഇതുവരെ കംപ്ലീറ്റ് പ്രോഫിറ്റ് തന്നെയാണ്. ഇന്ന് മാത്രമാണ് ചെറിയൊരു ലോസ് തുടങ്ങിയത്. അതും കുഴപ്പമില്ല. ഇനി നോക്കാം. ഇനി ട്രേഡ് കിട്ടുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ടാർഗറ്റ് അടിക്കാം, എസ് എൽ അടിക്കാം, എന്തിനും ചാൻസ് ഉണ്ടല്ലോ. നമുക്ക് നോക്കി നോക്കാം. ഇനിയിപ്പോൾ അടുത്തൊരു ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അത് ടാപ്പ് ചെയ്യുമ്പോൾ മേലോട്ടേക്ക് 2 രൂപ അവിടേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ടാപ്പ് ചെയ്തിട്ട് മേലേക്ക് ഇട്ടാണെങ്കിൽ എടുക്കാം. അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ലെവലുള്ളത്. 24,808.8.
അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്കും ഒരു എൻട്രി നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരു ലിക്വിഡ് ഏരിയ ടാപ്പ് ചെയ്തതുകൊണ്ട് ഇവിടുന്ന് മേലേക്ക് ഒരു എൻട്രി എടുത്തിട്ട് മേലെ മാർക്ക് ചെയ്ത ലിക്വിഡ് ഏരിയ ആണ് ടാർഗറ്റ് ആയിട്ട് വെക്കാം. ഒന്നെങ്കിൽ ആ ലിക്വിഡ് ഏരിയ അല്ലെങ്കിൽ 30 പോയിൻറ്റ്സ് ഏതെങ്കിലും ഒന്നുള്ള രീതിയിൽ എന്തായാലും നോക്കട്ടെ. ഒരു പുതിയ എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഒരു പുതിയൊരു എൻട്രിയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് നിഫ്റ്റിയിൽ. മൂന്നാമത്തെ എൻട്രിയാണ് ഇന്നത്തെ. ഈ ഒരു ലെവലിലേക്ക് ഏകദേശം 24,746 ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക ഇവിടെ ടാപ്പ് ചെയ്യുമോ ഇല്ല എന്നുള്ളത്. അടിയിൽ അത്യാവശ്യം ഒരുപാട് ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല സെറ്റായി നിൽക്കുന്ന മാർക്കറ്റാണ്. മേലേക്ക് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണെന്നുള്ളതെന്ന് അറിയില്ല. എന്തായാലും പ്രോപ്പർ എൻട്രി കാര്യങ്ങളും പ്രോപ്പർ എൻട്രി സെറ്റപ്പ് വന്നിട്ടുണ്ട്. സോ ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല, എൻട്രി എടുക്കാം. ഇത് ഈ സ്ട്രൈക്കിൽ തന്നെയാണ് 24,750 ATM സ്ട്രൈക്ക് ആയിരിക്കും. അത് ഇതിൽ തന്നെയാണ് എടുക്കുന്നത്. ഏകദേശം ഇവിടേക്ക് ആയിട്ടായിരിക്കും എൻട്രി കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിലൊരു വല്ലാത്ത ഒരു ബുള്ളിഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ടോ? ആ ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എൻട്രി എടുത്തു ഫ്ലാറ്റ് ട്രേഡിൽ. ഞാൻ ഫുള്ള് റെഡിയാക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇപ്പം എൻട്രി എടുത്തതാണ്. ഫ്ലാറ്റ് ട്രേഡിൽ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഡീറ്റെയിൽസ്. ഏകദേശം ഈ റേഞ്ചിലേക്ക് നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടാവാം. നല്ലൊരു എൻട്രിയാണ്. അത് നോക്കുകയാണെങ്കിൽ ഓർഡറിൽ പോയാൽ എൻട്രി വന്നത് 220.75 220.75 220.75 വരുമ്പോൾ 220.8 ഓക്കെ 220 ഇവിടെയാണ് എൻട്രി വന്നത്. ആ ഒരു ഇപ്പോൾ ഉണ്ടായ ഒരു ക്യാൻഡലിൻ്റെ ടിപ്പിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. എൻ്റെ ടാർഗറ്റ് 280.75 വരുമ്പോൾ കറക്റ്റ് 30 പോയിൻറ്റ്സിൽ തന്നെയാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല. എസ്എല്ലും കൂടെ ജസ്റ്റ് ചെക്ക് ചെയ്തോളാം. 214.75 കറക്റ്റ് 6 പോയിൻറ്റിൽ തന്നെയാണ്. സോ അതും വിഷയമല്ല. കറക്റ്റായിട്ട് ടാർഗറ്റ് എസ് എൽ വന്ന് ഇനി പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ല. ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ല എസ് എൽ, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ടല്ലോ, ആ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യണം. ആ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മാനുവൽ എക്സിറ്റ് അടിക്കും. പക്ഷേ ആ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ 30 പോയിൻറ്റ് കിട്ടേണ്ടതാണ്. റയറായിട്ട് അങ്ങനെ കിട്ടാതെ നിൽക്കുള്ളൂ. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അതിലും കുറവ് എക്സിറ്റ് അടിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇതിപ്പോൾ ഈ ഒരു എൻട്രി എടുക്കാനുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതിന് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്ത് അതിന് ശേഷം 1 മിനിറ്റ് സ്ട്രക്ചറൊക്കെ ഫോം ചെയ്ത് ആ സ്ട്രക്ചറിലുള്ള എൻട്രി വന്നപ്പോഴാണ് എടുത്തത്. എന്തായാലും ഞാൻ ഫാസ്റ്റ് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. എന്തായാലും കുറച്ചൊക്കെ ഞാൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ ടാർഗറ്റ് എസ് എൽ എന്തെങ്കിലും അടിക്കുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അങ്ങനെ ആ ഒരു ട്രേഡ് ഇവിടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നമ്മളെ മൂന്നാമത്തെ ട്രേഡാണ്. ജസ്റ്റ് ടാർഗറ്റ് അടിച്ചു. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ നോക്കുകയാണെങ്കിൽ 2570 പ്രോഫിറ്റ്. ഈ ട്രേഡ് വെച്ചാൽ ടോട്ടൽ ഇപ്പോൾ 3 ട്രേഡാണ് എടുത്തത്. ഈ മൂന്നാമത്തെ ട്രേഡിൽ 4000 ആയിരിക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുക. ഫസ്റ്റ് 2 ട്രേഡ് എസ് എൽ, അതിനുശേഷം മൂന്നാമത് എടുത്തത് ടാർഗറ്റ്. അത് കറക്റ്റ് 4500 കിട്ടിയത്. പക്ഷേ ആ ഒരു ട്രേഡിൽ തന്നെ രണ്ടും കൂടെ കാണിക്കുന്നതുകൊണ്ടാണ് 3000 കാണിക്കുന്നത്. ഓക്കെ. സോ നമ്മളെ നിഫ്റ്റിയിലെ ടാർഗറ്റ് അടിച്ചില്ല, കുറച്ചും കൂടെ പോകാണ്ട്. പക്ഷേ അത് നമുക്ക് വിഷയമല്ല. നമ്മൾ 30 പോയിൻറ്റ് അടിച്ചില്ലെങ്കിലേ അതിനോട് കാര്യമുള്ളൂ. ഇതിപ്പോൾ 30 പോയിൻറ്റ് ഇതിലടിച്ച സ്ഥിതിക്ക് ഇനി മറ്റേ ടാർഗറ്റ് എന്തായാലും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഇന്നത്തെ 1 2 3 3 ട്രേഡ് കഴിഞ്ഞ് സമയം 2 മണി ആവാനായിക്കണ്. ഇനി നല്ലൊരു എൻട്രി കിട്ടുമെന്നുള്ള അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. പുതിയ ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്താലേ ഇനി എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് മേലേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത താഴെ ലിക്വിഡിറ്റി ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേയിലോ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് പറയാം. പിന്നെ പ്രോപ്പർ IDX ലിക്വിഡിറ്റി ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെയാണുള്ളത് 24,728.7.
അപ്പോൾ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഈ മേലുള്ള 24808.8 അതിലേതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു എൻട്രിയും കൂടെ നോക്കാം. അതിനുള്ള ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല. അവിടെ ടാപ്പ് ചെയ്തിട്ട് സ്ട്രക്ചറൊക്കെ ഫോം ആയി എൻട്രി വരാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അതിലേതെങ്കിലും ഒക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിലവിലിപ്പം ഇന്ന് 3 ട്രേഡ് എടുത്തത്, 2 SL-ഉം 1 ടാർഗറ്റാണ് അടിച്ചത്. ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം വേറെ പുതിയ ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നെടുത്ത ആ 3 ട്രേഡ് തന്നെ ഉള്ളൂ. ഇവിടെ കാണാം 2572.5, 2 SL-ഉം 1 ടാർഗറ്റാണ്. ഇനി അത് സമയം ഇപ്പോൾ ഒരുപാടായി, 7:15 ആയി. ഞാൻ പുറത്താണ്, ഇനി ഇപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ബാക്കി വീഡിയോ റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അത് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ നാളെ ആണോ ഇവിടെ എന്നറിയില്ല. പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം, അതല്ലാണ്ടെങ്കിൽ നാളെ ശനിയാഴ്ച ആണല്ലോ, നാളെ രാവിലെ എങ്ങാനും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് 3 ട്രേഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ്, 2 SL-ഉം 1 ടാർഗറ്റുമാണ്. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ട്രേഡ് 9:38 എടുത്ത് 41 എക്സിറ്റായി. 3 മിനിറ്റ് ഉണ്ടായുള്ളൂ. SL അടിച്ച ട്രേഡാണ്. ഇനി രണ്ടാമത്തത് 11:13 എടുത്ത് 43, ഒരു അരമണിക്കൂർ ഉണ്ട്. ഇനി അതും SL ആണ്. ഇനി പിന്നെ മൂന്നാമത്തത് 12:23 എടുത്ത് 13:56, ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തുണ്ടായിരുന്ന ട്രേഡാണ്. ഇനി അതാണ് ടാർഗറ്റ് അടിച്ചത്. സോ ടോട്ടൽ ഈ വീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീക്ക് കംപ്ലീറ്റ് പ്രോഫിറ്റാണ്. കംപ്ലീറ്റ് വെച്ചാൽ എല്ലാ ദിവസവും പ്രോഫിറ്റാണ്. ഒരു ദിവസം ട്രേഡ് ഇല്ല. ഇനി ബാക്കി ട്രേഡ് എടുത്ത 4 ദിവസവും പ്രോഫിറ്റാണ്. അതിൻ്റെ പിന്നെ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു 2-3 ദിവസത്തെ. ഇന്ന് വേണമെങ്കിൽ ഒന്നും കൂടെ കാണിക്കുക കംപ്ലീറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ മൂന്നാമത്തെ ടാർഗറ്റ് അടിച്ച ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സിറ്റിൻ്റെ ടൈം 13:56 ആ ട്രേഡ് എക്സിറ്റ് ആയത്. 13:56 വരുമ്പം ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നിന്നാണ് ആ ട്രേഡ് ടാർഗറ്റ് അടിച്ചത്. ടാർഗറ്റ് അടിച്ചതിന് ശേഷം കുത്തനെ താഴേക്ക് വരികയത്. അതായത് അതൊരു പെർഫെക്റ്റ് ടാർഗറ്റാണ്. നമ്മൾ നിഫ്റ്റിയിൽ ടാർഗറ്റ് വെച്ച് ഇവിടെയാണ് 24,807.42, അല്ല 808.8. ഈ ഒരു റേഞ്ചാണ് നിഫ്റ്റിയിൽ ടാർഗറ്റ് വെച്ചത്, 808.8. അത് ഇതിൽ നോക്കുകയാണെങ്കിൽ 808.8 ഏകദേശം കുറച്ചുകൂടെ മേലേക്ക്, ഏകദേശം ഇവിടെ കയറ്റിയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ അത് അടിക്കുമ്പോൾ മാനുവൽ എക്സിറ്റ് അടിക്കാനുള്ള രീതിയിൽ വെയിറ്റ് ചെയ്താണെങ്കിൽ ഇത് ടാർഗറ്റ് അടിക്കില്ല. ഇനി അതിൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ട് തിരിച്ചു പോകുന്ന SL അടിച്ചിട്ടുണ്ടാവും. ഇവിടെയൊക്കെ എത്തുമ്പോൾ SL അടിച്ചിട്ടുണ്ടാവും. അതല്ല 15 മണിക്ക് എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ ബ്രേക്ക് ഈവൻ റേഞ്ചിൽ എക്സിറ്റ് അടിക്കേണ്ടി വരും. സോ അത് 30 പോയിന്റ് വെച്ചതുകൊണ്ടാണ് അത് ടാർഗറ്റ് അടിച്ചത്. അത് നേരെ തിരിച്ചും വരാം. ഇപ്പോൾ ഇതിലടിച്ചിട്ട് ചിലപ്പോൾ ഇതിലടിക്കാണ്ട് തിരിച്ചു വരാം. അങ്ങനത്തെ കേസിൽ ഞാൻ 30 പോയിന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് ഇങ്ങനെ നടക്കുന്നതിന് പകരം ഇത് ടാർഗറ്റ് അടിച്ചു എന്ന് വിചാരിക്കാം. ഇവിടെ പോയി ടാർഗറ്റ് അടിച്ച് പക്ഷേ ഇതടിച്ചില്ല, ഇത് ഇതുവരെ എത്തിയുള്ളൂ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ടൈമിൽ എന്താണുള്ളത് അതിനാണ് എക്സിറ്റ് അടിച്ചാളും. ഇന്നലെ ഒരു ട്രേഡ് അങ്ങനെ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ലൈവ് എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടാൽ അതിൽ കാണാം. അങ്ങനെ ടാർഗറ്റ് അടിച്ച സമയത്ത് ഞാൻ അതിൽ മാനുവലി എക്സിറ്റ് അടിച്ച്. പക്ഷേ എക്സിറ്റ് അടിച്ചതിന് ശേഷം ഇതിൽ ടാർഗറ്റ് അടിച്ചപ്പോൾ ഞാൻ ഇതിൽ എക്സിറ്റ് അടിച്ച് പ്രീമിയത്തിൽ. അതിനുശേഷം അത് പോയിട്ട് 30 പോയിന്റ് കയറി. പക്ഷേ അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ഇതിൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സിറ്റ് അടിക്കും. പിന്നെ എന്തായാലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഓക്കെ, സോ അത്രയാണ് ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇനി പുതിയ ട്രേഡ് വീഡിയോ നാളെ ശനി ഞായർ നാളെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ കണ്ടൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഈ ആഴ്ചത്തെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഈ മാസത്തെ മന്ത്ലി നാളെ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം. മന്ത്ലി P&L-ൻ്റെ ഒരു വീഡിയോ നാളെ എങ്ങനെ ചെയ്യേണ്ടതാണ്. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ കംപ്ലീറ്റ് ആയി കാണിച്ചു തരാം. അതായത് ഡേറ്റ് നോക്കുകയാണെങ്കിൽ മെയ് 25 തൊട്ടിട്ട് 30 വരെയുള്ള. ഇങ്ങനെയൊക്കെ പൊതുവെ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. 14,265 പ്രോഫിറ്റ്. കഴിഞ്ഞ 3 ദിവസം പ്രോഫിറ്റാണ്. തിങ്കളാഴ്ച ട്രേഡ് ഇല്ലേനി. നമ്മളിപ്പോൾ ഡേറ്റ് സെലക്ട് ചെയ്ത് മെയ് 25 തൊട്ടിട്ടാണ്. മെയ് 25 പറഞ്ഞാൽ ഇതാണ്. അതിനുശേഷം തിങ്കളാഴ്ച ട്രേഡ് ഇല്ലേനി. ചൊവ്വ ബുധൻ വ്യാഴം 3 ദിവസം പ്രോഫിറ്റാണ്. ഇനി 4ാം ദിവസം നിന്നാണ് ഇന്നും പ്രോഫിറ്റ് തന്നെയാണ് 2,500. സോ 2,500 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 സംതിങ് വരും. അപ്പോൾ ഈ വീക്ക് കംപ്ലീറ്റ് ഇങ്ങനെ പ്രോഫിറ്റാണ്. പക്ഷേ ഇങ്ങനത്തെ സംഭവം വളരെ റയറായിട്ട് എൻ്റെ സ്ട്രാറ്റജിയിൽ നടക്കുള്ളൂ. ഇന്ത്യ ഈ സ്ട്രാറ്റജി വെച്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ദിവസങ്ങളിലും നോർമലി SL ആണ് വരല്. അടുപ്പിച്ച് കുറേ SL വന്നിട്ട് വല്ലപ്പോഴും ടാർഗറ്റ് അടിക്കുള്ളൂ. കാരണം റിസ്ക് റിവാർഡ് 1:5 ആണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ 1:5 റിസ്ക് റിവാർഡ് പറഞ്ഞാൽ അത്യാവശ്യം കൂടുതലാണ് റിസ്ക് റിവാർഡ്. 5 ട്രേഡ് SL അടിച്ചാലും ഒരൊറ്റ ട്രേഡ് ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്ത് വരാൻ കഴിയും.
അപ്പോൾ അങ്ങനെ നല്ല ഹൈ ആയിട്ടുള്ളൊരു റിസ്ക് റിവാർഡ് വെക്കുന്ന സമയത്ത് നമ്മുടെ വിന്നിങ് പ്രോബിലിറ്റി കുറവായിരിക്കും. 50%-ലും ഒക്കെ എത്രയോ കുറവായിരിക്കും നമ്മൾ വിന്നിങ് പെർസെൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 100 ദിവസം ആവറേജ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ അല്ലെങ്കിൽ 100 ദിവസത്തിനോ കണ്ടിട്ട് 100 ട്രേഡ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിലൊരു 50-60 എണ്ണോ അല്ലെങ്കിൽ 70 എണ്ണോ ഒക്കെ SL ആയിരിക്കും ഉണ്ടാവുക. ബാക്കി ആകെ ഒരു 20, 30, 40 അത്രയൊക്കെ ടാർഗറ്റ് ഉണ്ടാവുള്ളൂ. സോ ടാർഗറ്റ് സാധാരണ കുറവാണ് ഉണ്ടാവുക, SL ആണ് കൂടുതൽ ഉണ്ടാവുക. പക്ഷേ ഓവറോൾ പ്രോഫിറ്റിലെത്താൻ കാരണം നല്ല റിസ്ക് റിവാർഡുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് നോർമൽ കേസിൽ വരിക. പിന്നെ ചില സമയത്ത് കണ്ടിന്യൂസ് SLലേക്ക് ഫുൾ SL തന്നെ വരും. അതിലും റയറസ്റ്റ് ഓഫ് റയർ ആയിട്ട് മാത്രം ഇങ്ങനെ വരുള്ളൂ, ഇങ്ങനെ അടുപ്പിച്ചിട്ട് പ്രോഫിറ്റ് ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. എല്ലാ ടൈമും ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് ട്രേഡിങ്ങിൽ വന്നൊരു കാര്യമില്ല. ഓക്കെ, സോ അത്രയാണ് ഇന്നത്തെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ മറ്റന്നാളൊക്കെ കാണാം. ഓക്കെ, ബൈ.